എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നെത്തോലി മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ ഒരു മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉലുവയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഉലുവയൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പകുതി സവാളയാണ് ചേർക്കേണ്ടത്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 6 എണ്ണം സ്ലൈസ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പകുതി സവാളയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തത്. അതുപോലെ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോൾ തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. തക്കാളി ഒന്ന് നമുക്ക് വെന്തുടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 10 മിനിറ്റ് മുമ്പ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ വാളൻപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് ഇതിലേക്ക് മീൻ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെത്തോലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/4 കിലോ നെത്തോലിയുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷമാണ് 1/4 കിലോ ഉള്ളത്. എനിക്കിവിടെ മീഡിയം വലിപ്പത്തിലുള്ള നെത്തോലിയാണ് കിട്ടിയത്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ നെത്തോലി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. മീനിട്ട ശേഷം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്നിട്ട് ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നെത്തോലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അധികം വേവൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നെത്തോലി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്